എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 26. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് സൂര്യഗ്രഹണം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാ മലേൻ്റെ പുറത്തും കയറി സൺറൈസ് കാണുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നും ഒരു മലേൻ്റെ ഒരു ചെറിയ പാറേൻ്റെ പുറത്ത് കയറിയിട്ട് നമുക്ക് ഇന്നത്തെ സൂര്യഗ്രഹണം നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉണ്ടാവുക. ഏതേതാ സ്ഥലം എന്ന് കണ്ടോ? എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഏതൊരു മലയോ കുന്നോ കയറി കാണാമെന്നാണ് വിചാരിച്ചത്. അപ്പം നമ്മുടെ നിലമ്പൂരുള്ള കുരിശുപാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ട് ആ പാറേൻ്റെ മുകളിൽ നിന്നാണ് ഇന്ന് നമ്മൾ സൂര്യഗ്രഹണം കാണാൻ പോകുന്നത്. നമ്മളിവിടെ ഒരു ടെൻറ്റ് സ്റ്റേ നടത്തിയിരുന്നു ഈ പാറേൻ്റെ മുകളിൽ. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് ആദ്യം കാണണേ. അവിടെയാണ് നമ്മളിന്ന് പോയിട്ട് ഇന്നത്തെ സൂര്യഗ്രഹണം കാണുന്നത്. 8 മണിയാവും സൂര്യഗ്രഹണം സ്റ്റാർട്ടാവാൻ. ഇപ്പോൾ സമയം 6:30 ആയിട്ടുള്ളൂ. ഞാൻ രാവിലെ പോകുന്നതാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അത് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ കുരിശുപാറ. അതേ മുകളിലേക്ക് ചക്കന്മാരൊക്കെ കയറി പോകുന്നുണ്ട്. എൻ്റെ കൂടെ വന്നതല്ല കേട്ടോ, ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. ഇതിന് മുകളിൽ എന്തായാലും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. താഴെ ബൈക്കൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പാറേൻ്റെ മുകളിലേക്ക് കയറാൻ പോകാം കേട്ടോ. പാറേൻ്റെ താഴെയാണ് ഞാൻ. നമ്മളിതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേറെ ചെയ്തിട്ടുണ്ടായിരുന്നു. കയറാനൊക്കെ കുറച്ച് റിസ്ക് ആണ്. നമുക്ക് എന്തായാലും മേലേക്ക് കയറി നോക്കാം കേട്ടോ. ഇന്നത്തെ ഈ വീഡിയോയ്ക്ക് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും, കാരണം ഞാൻ അത് ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇതിവിടെ ഈ ചങ്ങലിട്ടേക്കുന്നത് ഈ പാറയിലേക്ക് പിടിച്ച് വലിച്ച് കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ ആ ഭാഗത്തൊക്കെ മലകളൊക്കെ കാണാം കേട്ടോ. നമുക്ക് എന്തായാലും മേലെ ചെന്നാൽ ഇതിലും നല്ല കാഴ്ചയായിരിക്കും. അങ്ങോട്ട് കയറി നോക്കാം. ഇതാണ് കിഴക്ക്. അവിടെ വലിയ മലകൾ കാണാം കേട്ടോ. ഇവിടെ കണ്ടോ ഒരു വെളിച്ചം? ഇവിടാണ് കറക്റ്റ് സൂര്യൻ ഉദിക്കാൻ പോകുന്നത്. ഇപ്പോൾ സൂര്യൻ ആ മലേൻ്റെ മറവിലാണ്. ഇങ്ങോട്ട് പടിഞ്ഞാറോട്ടൊക്കെ നോക്കിയാൽ കാണുന്ന കാഴ്ച ഉണ്ടോ? വലിയ വലിയ മലകൾ. ഇപ്പോൾ സമയം 6:45 ഉള്ളൂ. 8 മണി കഴിഞ്ഞിട്ടാണ് സൂര്യഗ്രഹണം. അപ്പോൾ അതുവരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇവിടെ ഇരിക്കാം കേട്ടോ. സമയം 7:45. ഇത്ര നേരം ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു. സൂര്യൻ ഉദിക്കുന്ന കാണാൻ ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇവിടുത്തെ രാവിലത്തെ കാഴ്ച അടിപൊളിയാണ്. പക്ഷെ ഇപ്പോൾ എല്ലാവരും പോയി. ഇപ്പോൾ 7:45. 8:07 സൂര്യഗ്രഹണം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ക്യാമറ ഒക്കെ അവിടെ സെറ്റ് ചെയ്തിട്ട് ഇരിപ്പുണ്ട്. ഈ കുരിശുപാറേൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച എന്താണെന്ന് ഞാൻ കാണിച്ചില്ലായിരുന്നു. ഇത് കുരിശോം പാറ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഈ മലേൻ്റെ മുകളിൽ ഒരു കുരിശിൻ്റെ ആകൃതിയിലുള്ളൊരു സംഭവം, അതുപോലെ ഓം രണ്ടും പണിത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചകൾ നിങ്ങൾ കണ്ടു കാണും. ഇത് കണ്ടോ? ഇതാണ് ഈ കുരിശോമ്പാറേൻ്റെ മുകളിലുള്ള കാഴ്ച. ഇതേ ഒരു കുരിശ്, അതുപോലെ തന്നെ അവിടെ ഒരു ഓം, അപ്പുറത്ത് സൂര്യൻ ഉദിച്ച് നിൽപ്പുണ്ട്. ഇവിടാണ് നമ്മൾ ടെൻ്റ് അടിച്ചിട്ട് ഒരു രാത്രി ഒറ്റയ്ക്ക് താമസിച്ച്. അതിൻ്റെ വീഡിയോ എൻ്റെ ചാനലിലുണ്ട്, കാണാത്തവർ കാണുക. ഇവിടെ നിന്നുള്ളൊരു കാഴ്ച കണ്ടില്ലേ? നല്ല അടിപൊളി ഒരു സൺസെറ്റും ഒരു സൺറൈസും അന്ന് നമുക്ക് ഇവിടുന്ന് കിട്ടിയായിരുന്നു. ഈ കാണുന്നതൊക്കെ കക്കാടംപൊയിൽ മലനിരകളാണ്. അങ്ങോട്ട് കാണുന്നതൊക്കെ വയനാടൻ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെയാണ് അങ്ങോട്ട്. ഒരു കാരണവശാലും സൂര്യനെ ഇന്ന് നമ്മൾ നേരിട്ട് നോക്കാൻ പാടില്ല കണ്ണുകൊണ്ട്. എൻ്റെ അടുത്ത് വേറെ എക്യുപ്മെൻസോ കാര്യങ്ങളോ ഒന്നുമില്ല സൂര്യഗ്രഹണം കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കണ്ണുകൊണ്ട് നേരിട്ട് നോക്കി കാണത്തില്ല. ഇതുവരെ നോക്കിയിട്ടുമില്ല. ഇന്ന് ഭയങ്കര വെളിച്ചമുള്ള പോലെ ഒരു ഫീല് സൂര്യന്. ഇന്നത്തെ ഈ സൂര്യഗ്രഹണത്തിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇത് വലയ സൂര്യഗ്രഹണം എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ചന്ദ്രന്റെ നിഴല് കാണുമ്പോൾ അതിന്റെ പുറത്ത് ഒരു മോതിരം പോലെ, ഒരു വളയം പോലെ സൂര്യന്റെ ബാക്കി ഭാഗം കൂടെ കാണാൻ പറ്റും. അതായത് ചന്ദ്രൻ സൂര്യനോടാണ് ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് സൂര്യന്റെ ബാക്കി ഭാഗം ചന്ദ്രന്റെ പുറത്തായിട്ട് കാണുന്നത്. അപ്പോൾ എന്തായാലും ഇത് അങ്ങനെ എല്ലാ പ്രാവശ്യവും കാണാൻ പറ്റുന്നൊരു കാഴ്ചയില്ല. ഏതാണ്ട് 100 കൊല്ലത്തിലൊക്കെ ഒരിക്കൽ മാത്രം വരുന്നൊരു പ്രതിഭാസമാണ്. അപ്പോൾ അത് നമുക്ക് അങ്ങനെ വെറുതെ മിസ് ചെയ്യാൻ പറ്റുമോ? അതിൻ്റെ കാഴ്ചകൾ എന്താണെന്ന് നമുക്ക് കാണണ്ടേ. സമയം 8:05. നമ്മുടെ സാധനങ്ങളൊക്കെ തേയിരിക്കുന്നു. 8:07 സൂര്യഗ്രഹണം സ്റ്റാർട്ട് ആവുന്നത്. നമുക്ക് ക്യാമറ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം.
ഈ ക്യാമറ ഞാൻ സൂര്യന് നേരെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓൾറെഡി ഫോക്കസ് ചെയ്തെല്ലാം സെറ്റാക്കി വെച്ചതാണ് നേരത്തെ. സൂര്യനെ നമുക്ക് ഇതിനകത്ത് കാണാം. കണ്ടില്ലേ? ഇങ്ങനെ കാണുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവിടെ കണ്ടോ ക്യാമറേൻ്റെ വ്യൂ ഫൈൻഡർ ഉണ്ട്. ഇതിനകത്തൂടെ നോക്കാൻ പാടില്ല. ഇതിനകത്തൂടെ നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ കണ്ണിന് പണി കിട്ടും. അതുകൊണ്ടാണ് ഇതിനകത്ത് ഞാൻ നോക്കാത്തത്. ഇതുണ്ടോ? ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് പ്രശ്നമില്ലല്ലോ. നമ്മൾ എന്തായാലും അതിപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ കാണുന്ന പോലെ തന്നെയല്ലേ ഞാനും സ്ക്രീനിലൂടെ തന്നെയല്ലേ കാണുന്നത്. അപ്പോൾ അത് പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അറിയാവുന്നവരുണ്ടെങ്കിൽ പറഞ്ഞുതരാം. ഇതിപ്പോൾ മാക്സിമം ഞാൻ ഈ ക്യാമറയിൽ എത്ര ലൈറ്റ് കട്ട് ചെയ്യാൻ പറ്റുമോ അത്ര ലൈറ്റ് കട്ട് ചെയ്തു. എന്നിട്ട് തന്നെ ഈ സൂര്യൻ ഒരു കറക്റ്റ് ഒരു ഇതിൽ കിട്ടുന്നില്ല. നല്ല വെളിച്ചമുണ്ട്. എന്താണെന്ന് നോക്കാം. ഇതുവരെ ഏതായാലും ചന്ദ്രനൊന്നും വന്നിട്ടില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം. 8:07 കഴിഞ്ഞു കേട്ടോ. 8:08 എന്നിട്ടും ഇതുവരെ ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല. ഇനി എൻ്റെ ടൈം തെറ്റായതുകൊണ്ടാണോ അറിയില്ല. കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം. ഇനി ഓരോ സ്ഥലത്തും ഓരോ ടൈമിങ്ങൊക്കെ ആയിരിക്കും. കറക്റ്റ് വളയ സൂര്യഗ്രഹണം കിട്ടുന്നത് നമ്മുടെ കണ്ണൂർ, വയനാട് ഭാഗങ്ങളാണ്, വടക്കൻ ജില്ലകളിലാണ്. ഞാനിപ്പോൾ മലപ്പുറം ജില്ലയിലാണ്. ഏതാണ്ട് വയനാടിനോട് അടുത്ത് കിടക്കുന്നൊരു പ്രദേശം കൂടാണ്. അപ്പോൾ എനിക്കും തരക്കേടില്ലാണ്ട് ഇവിടുന്ന് ആ കാഴ്ച കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്നാലും നമുക്ക് എത്രമാത്രം കിട്ടുമെന്ന് നമുക്ക് നോക്കി നോക്കാം കേട്ടോ. ഇതേ സമയം 8:16 കഴിഞ്ഞപ്പോൾ ഇതേ സൂര്യഗ്രഹണം ഏതാണ്ട് ഇങ്ങനെ സ്റ്റാർട്ട് ആയി. സൂര്യൻ്റെ മോൾ ഭാഗത്തു നിന്ന് ഇങ്ങനെ ചന്ദ്രൻ്റെ നടുവിൽ ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ കഴിയട്ടെ. അതുതന്നെയാണ് ചെറുതായിട്ട് ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഇത് ഭയങ്കര സ്ലോ ആണ്. നിങ്ങളിപ്പോൾ കണ്ട കാഴ്ച ഏകദേശം 8:16 തുടങ്ങിയതാണ്. ഇത് വളരെ മെല്ലെ വരുള്ളൂ. ഏതാണ്ട് ഉച്ചവരെ ഞാൻ ഇവിടെ ഇരിക്കേണ്ടി വരും ഇത് കഴിയണമെങ്കിൽ. നമുക്ക് നോക്കി നോക്കാം. പറ്റുന്നത്ര നേരം ഇവിടെ ഇരിക്കാം. എന്തായാലും പൂർണ്ണ ഗ്രഹണം കണ്ടിട്ട് ഇവിടുന്ന് പോകുന്നുള്ളൂ. അതെന്തായാലും വീഡിയോയിലുണ്ടാവും. ഇത് സമയം 9 മണി. 9 മണിയപ്പോൾ ഞാൻ വീണ്ടും വന്ന് ഇതേ ക്യാമറ ഓൺ ചെയ്തു. ഇപ്പോൾ ഉള്ള കാഴ്ച ഉണ്ടോ? അതിനകത്ത് വിഷയം ഞാൻ കാണിച്ചു തരാം. ഏതാണ് ചന്ദ്രൻ കയറി തുടങ്ങി. അതിൻ്റെ ആ സൂര്യൻ്റെ ആ രശ്മികൾ അടിക്കുന്നത് നോക്കി. അടിപൊളിയല്ലേ? മൊത്തം കയറി കഴിയുമ്പോൾ അടിപൊളി കാഴ്ചയായിരിക്കും കേട്ടോ. ഇപ്പോൾ സമയം 9:14 ഇവിടുത്തെ വെയിൽ നോക്കിയേ. വെയിലിന്റെ കട്ടി കുറഞ്ഞു വന്നു കേട്ടോ. ഇപ്പൊ ആ ക്യാമറയിലുള്ള വിഷ്വലേ കാണിച്ചു തരാം. ഇത് നോക്ക്. ഗ്രഹണം ഏതാണ്ട് പകുതിയിലേറെയായി. അടിപൊളി. പെട്ടെന്നായിരുന്നു കേട്ടോ. 9:15 കാഴ്ചയാണ് നിലമ്പൂരിൽ നിന്നുള്ള. ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് പോയായിരുന്നു. ഇതൊക്കെ കാണിച്ചു കൊടുത്തായിരുന്നു. ഇന്ന് വീഡിയോ വരുന്നു പറഞ്ഞായിരുന്നു. അപ്പോൾ ഇൻസ്റ്റ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റ മസ്റ്റായിട്ട് ഫോളോ ചെയ്യണം. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കാര്യങ്ങളെല്ലാം ലൈവായിട്ട് അതിനകത്തുണ്ടാവും കേട്ടോ. ഇതുണ്ട് ചുറ്റുപാടുമുള്ള കാഴ്ച കണ്ടോ. ആകാശമൊക്കെ ക്ലിയർ ആട്ടോ. പക്ഷെ മൊത്തത്തിലൊരു മഴക്കാറൊക്കെ വന്ന് മൂടിയ പോലെ വെട്ടമൊന്നുമില്ലാണ്ടൊരു കാലാവസ്ഥ. അടിപൊളി. നമുക്ക് ആ വളയം ഏതാണ്ട് കിട്ടാനായിട്ടോ. ഇങ്ങോട്ട് നോക്കി നോക്ക്. അടിപൊളി. ഏതാണ്ട് എത്താനായി. ചന്ദ്രൻ ഇപ്പോൾ പൂർണ്ണമായിട്ടും സൂര്യൻ്റെ ആ ഉള്ളിലോട്ട് കയറി കിട്ടും. ഇപ്പോൾ സമയം കറക്റ്റ് 9:27 കേട്ടോ. പൂർണ്ണമായിട്ടും നമുക്ക് ആ വളയം കിട്ടി. നോക്കി നോക്ക്. അടിപൊളി. ക്യാമറയിൽ കിട്ടിയിട്ടുണ്ട്. അടിപൊളി കാഴ്ച കേട്ടോ. സമയം 9:31 കേട്ടോ. ഒരു 2 മിനിറ്റ് മാത്രമേ ഗ്രഹണം കറക്റ്റ് ആ വലയം നമുക്ക് കിട്ടിയുള്ളൂ. ഇപ്പോൾ ചന്ദ്രൻ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി പോവാണ്. മുകളിൽ നിന്ന് വന്നു തിരിച്ചു പോവാണ്. അടിപൊളി. 2 മിനിറ്റ് മാക്സിമം അത്ര നമുക്ക് കിട്ടിയുള്ളൂ. കണ്ടോ? ഗ്രഹണ സമയത്ത് വെയിൽ നല്ലപോലെ കുറയും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഡയറക്റ്റ് നമുക്ക് സൂര്യനെ നോക്കാം, ഗ്രഹണം കാണാനൊക്കെ പറ്റും. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ വെയിലിൻ്റെ കട്ടി കുറവായതുകൊണ്ട് നമ്മുടെ കണ്ണിൻ്റെ ഐറിസ് ഓപ്പൺ ആയിട്ട് തന്നെ ഇരിക്കും. അതുകൊണ്ട് വരുന്ന UV റേസും കാര്യങ്ങളെല്ലാം നമ്മുടെ കണ്ണിനകത്തേക്ക് ഡയറക്റ്റ് അടിച്ച് കയറുകയും ചെയ്യും, പണി കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് സൂര്യനെ നോക്കരുത് എന്ന് പറയുന്നത് ഗ്രഹണ സമയത്ത്. ഇതേ സമയം 9:45. ഗ്രഹണം എന്തേ ഈ അവസ്ഥയിലായി. ഫോക്കസ് കണ്ടോ? ഏതാണ്ട് പകുതി ഭാഗോളം ചന്ദ്രൻ പുറത്തോട്ട് പോയി തുടങ്ങി. ഇനിയിപ്പോൾ ഒരു അരമണിക്കൂറും കൊണ്ട് പൂർണ്ണമായിട്ട് 1 മണിക്കൂറും കൊണ്ട് തീരുമായിരിക്കും. അപ്പോൾ അതേ സമയം 9:50. ഏതാണ്ട് പകുതി ഭാഗം ചന്ദ്രൻ്റെ പോയി കേട്ടോ. ഞാൻ തിരിച്ചിറങ്ങാം. എൻ്റെ ക്യാമറ ഓഫായി. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് കാഴ്ചയൊന്നുമില്ലല്ലോ. ഏതാണ്ട് ഒരു 10-11 മണി ആകുമ്പോഴത്തേക്ക് സൂര്യൻ പഴയ പോലെ ഫുൾ ആയിട്ട് വരും. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു സൂര്യഗ്രഹണം? നിങ്ങൾ കണ്ടോ? ഇതൊക്കെ വല്ലപ്പോഴും നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അവസരങ്ങളാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി.